അടുത്തതായിട്ട് നമ്മളെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലീഗിൻ്റെ അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ ഷിബു മീര സാഹിബ് ഉദ്ഘാടനം. വേദിയിലുള്ള ബഹുമാന്യനായ പി കെ മൊയ്തു സാഹിബ്, കവലയിൽ ഇബ്രാഹിം സാഹിബ്, പല്ലാരിമംഗലം പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെയും UDF-ൻ്റെയും ഒക്കെ നേതാക്കന്മാർ, ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അടിവാട് കവലയിലെ സ്നേഹം നിറഞ്ഞ ജനാധിപത്യ വിശ്വാസികൾ, ഇവിടെ വൈകിട്ട് 4 മണിക്ക് ആരംഭിച്ച ഒരു വിശദീകരണ യോഗമാണ്. കഴിഞ്ഞ ഏതാണ്ട് 3.5 വർഷക്കാലമായി നിങ്ങളുടെ പഞ്ചായത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അവര് നടത്തിക്കൊണ്ടിരിക്കുന്ന കാട്ടുകൊള്ളയെക്കുറിച്ച് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കലത്ത് അതിനെതിരെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ശക്തമായി പ്രതിഷേധിച്ചിട്ടുള്ള ഇവിടുത്തെ UDF-ന്റെ അംഗങ്ങൾ അത്തരത്തിലുള്ള ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ ഒന്നും മാനിക്കാതെ ഈ പകൽക്കൊള്ള തുടരാനുള്ള അവരുടെ ധിക്കാരപരമായ തീരുമാനത്തെ ഈ നാട്ടിലെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയിലാണ് നമ്മൾ ഉള്ളത്. നമുക്കറിയാം, ഈ പഞ്ചായത്തിന്റെ ഒരു ചരിത്രം കേരളത്തിന്റെ തന്നെ രാഷ്ട്രീയ ഭൂപടത്തിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് അഭിമാനത്തോടെ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു പഞ്ചായത്തായിരുന്നു പല്ലാരിമംഗലം. ഞാൻ എൻ്റെ പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലക്ക് കേരളത്തിൽ ഉടനീളം സഞ്ചരിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. പല്ലാരിമംഗലം എനിക്ക് വളരെ കുട്ടിക്കാലം മുതൽ അറിയാവുന്ന ഒരു പ്രദേശമാണ്. പല്ലാരിമംഗലത്തിന്റെ കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലത്തെ ചരിത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ പഞ്ചായത്ത്, അവിടെ മാറി മാറി വന്നിട്ടുള്ള ഭരണസമിതികൾ, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ബഹുമാന്യായ KP-യെ കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയില്ല. അവരെ പോലെയുള്ള ദീർഘവീക്ഷണമുള്ള ഒരു നേതൃത്വം ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഈ പഞ്ചായത്തും നേടിയെടുത്തിട്ടുള്ള ഒരു പുരോഗതി അത് കേരളമാകെ ശ്രദ്ധിച്ചിട്ടുള്ള ഒന്നാണ്. ദക്ഷിണ കേരളത്തിൽ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങൾ തിങ്ങിത്താമസിക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന നിലക്ക് അവരുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ മാത്രമല്ല, ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു സാമൂഹ്യ മുന്നേറ്റം ഉറപ്പാക്കുന്നതിൽ നേതൃപരമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ ഇടക്കാലത്തൊരു വട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ ഇരുന്ന കാലഘട്ടത്തിൽ പോലും കേൾവിയില്ലാത്ത രൂപത്തിലുള്ള കാട്ടുകൊള്ളക്കാട് കഴിഞ്ഞ 3.5 വർഷക്കാലമായി നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് പ്രതിപക്ഷം എന്ന നിലക്ക് ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കേണ്ടുന്ന ഇവിടുത്തെ UDF ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ രേഖകൾ സഹിതം, കണക്കുകൾ സഹിതം, എല്ലാ തെളിവുകളോടെയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അധികാരത്തിന്റെ ഒരു ദാർഢ്യത്തിൽ പല്ലാരിമംഗലത്ത് ഇടതുപക്ഷത്തിന്റെ ഭരണസമിതി ഇത് തുടരുന്നത്. ഈ സംസ്ഥാനത്തെ അധികാരത്തിൽ നിൽക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ്, ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന CPM എന്ന രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടിയുടെ മുകൾ തട്ട് മുതൽ താഴെത്തട്ട് വരെ നമ്മള് ഇത് പല്ലാരിമംഗലത്തെ ഒരു സൂക്കേടായി കാണുന്നത്. ഈ കാട്ടുകൊള്ളയും അഴിമതിയും പൊതുമുതൽ നേതാക്കന്മാർ കെട്ടെടുക്കുന്ന ഈ വൃത്തികെട്ട ഏർപ്പാട് അത് പല്ലാരിമംഗലത്ത് ഒതുങ്ങുന്നതല്ല. തിരുവനന്തപുരത്ത് ഈ സംസ്ഥാനത്തിന്റെ അധികാര ചക്രം തിരിക്കുന്ന പിണറായി സർക്കാർ അവർ ഏറ്റവും മുൻനിരയിൽ നിന്ന് കാട്ടുകൊള്ള നടത്തിക്കൊണ്ടിരിക്കുമ്പോ യഥാർത്ഥത്തിൽ പല്ലാരിമംഗലത്ത് അവരുടെ അനുയായികൾ, അവർ കിങ്കുലാബ് വിളിക്കുന്നവർ, അവർക്ക് പിന്തുണ കൊടുക്കുന്നവർ, ഈ കുട്ടി സഖാക്കൾ, ഇവര് കൈയിട്ട് വാരിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന യാഥാർത്ഥ്യബോധത്തിന്റെ മുകളിൽ നിന്ന് വേണം നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണാൻ. ഇവിടെ പല്ലാരിമംഗലം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അതിന്റെ CDS-ലെ അഴിമതി, തൊഴിലുറപ്പ് പദ്ധതിയെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന അഴിമതികൾ, ഈ പഞ്ചായത്തിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതികളൊക്കെ എണ്ണി സംസാരിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ മേഖലയിലേക്ക് വിശദമായി കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം
നമ്മുടെ നാടിന്റെ വർത്തമാനകാല സാഹചര്യത്തെ കുറിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞ ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ പശ്ചാത്തലം നമുക്കറിയാം. നമ്മുടെയൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഗോസിപ്പ് കോളങ്ങൾ കേരളത്തിന്റെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ വലിയ രൂപത്തിൽ ചൂഷണം ചെയ്തിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ചൂഷണങ്ങൾ ഒരുപക്ഷെ നമ്മൾ കേട്ടാലിറക്കുന്ന വൃത്തികെട്ട കഥകൾ ഒരു കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ടായി ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മുൻപിൽ ഇരിപ്പുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് അല്ല പോകുന്നത്. ആ റിപ്പോർട്ട് ചർച്ച ചെയ്യുമ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ ആ റിപ്പോർട്ടിനെ കുറിച്ച് 24 മണിക്കൂറും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ യഥാർത്ഥത്തിൽ ആശ്വാസം കൊള്ളുന്ന ഒരു കൂട്ടരുണ്ട്. അത് കേരളത്തിലെ CPM നേതൃത്വമാണ്. CPM ഇപ്പോ അവർ ഉറപ്പായും മറുപടി പറയേണ്ടുന്ന, അവർക്ക് മുഖം വെട്ടപ്പെട്ട ഒരു വിവാദത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് ആ റിപ്പോർട്ടിന്റെ മറവിൽ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഞാൻ പറയുന്നത് വടകരയിലെ കാഫിർ വിവാദത്തെ കുറിച്ചാണ്. സമയത്തിന്റെ പരിമിതി എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. 4 മണിക്ക് ആരംഭിച്ച ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ പരിശോധിക്കേണ്ടതില്ല. നമ്മുടെ മുൻപേ കഴിഞ്ഞുപോയ രാജ്യത്തിന്റെ ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ കേരളത്തിൽ വോട്ടെടുപ്പ് നടന്നപ്പോ ഈ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്ന ഒരു മണ്ഡലമാണ് വടകര എന്ന് പറയുന്നത്. നമുക്കറിയാം CPM അവർക്ക് കിട്ടാവുന്ന ഏറ്റവും താരമൂല്യമുള്ള ഒരു ഘട്ടത്തിൽ പിണറായി വിജയന് ശേഷം ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരെ CPM ഉയർത്തിക്കാണിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച ടീച്ചറമ്മ എന്ന വിളിപ്പോരോടെ മലയാളികളുടെ മനസ്സിൽ CPM അവരുടെ PR വർക്കിലൂടെ പ്രതിഷ്ഠിച്ച KK ശൈലജ ടീച്ചർ അവിടെ ഒരു ഭാഗത്ത് സ്ഥാനാർത്ഥിയായി വന്നു. മറുഭാഗത്ത് ഒരല്പം വൈകിട്ടാണെങ്കിലും പതിവ് പോലെ UDF അവിടേക്ക് ഒരു ചെറുപ്പക്കാരനെ നിയോഗിച്ചു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവല്ല. പിന്നീട് അങ്ങോട്ട് കേരളം വീർപ്പടക്കി ആവേശത്തോടെ കണ്ടുനിന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം വടകരയിൽ നടന്നു. KK ശൈലജ സ്ഥാനാർത്ഥിയായി വടകര റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോ ആ വൈകുന്നേരം KK ശൈലജ ടീച്ചർ എന്ന LDFന്റെ വടകരയിലെ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചറിയിച്ചുകൊണ്ട് LDF വടകര പട്ടണത്തിൽ നടത്തിയ പ്രകടനം അത് നേരിൽ കണ്ട ഒരാളാണ്. ആയിരക്കണക്കിന് ആളുകൾ ആ പ്രകടനത്തിൽ പങ്കെടുത്തു. CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ എവിടെ പരാജയപ്പെട്ടാലും വടകരയിൽ വിജയിക്കുമെന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ടായി. സ്വാഭാവികമായി വടകരയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ UDF രംഗത്തിറങ്ങി. ഷാഫി പറമ്പിൽ എന്ന ചെറുപ്പക്കാരൻ പാലക്കാട്ട് അമ്മമാരുടെ നിറകൻ യാത്രാമൊഴി ഏറ്റുവാങ്ങി വടകരയിൽ വന്നിറങ്ങുമ്പോ അന്നും വൈകിട്ട് ഞാൻ ആ കാഴ്ച നേരിൽ കണ്ട ആളാണ്. വടകര അന്ന് വരെ കാണാത്ത ആവേശത്തോടെ ആ ചെറുപ്പക്കാരനെ അവിടുത്തെ ജനങ്ങൾ ഏറ്റെടുത്തു. അവിടുന്ന് അങ്ങോട്ട് വളരെ കൃത്യമായ രാഷ്ട്രീയം സംസാരിച്ച ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നടക്കണം. കുറെ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. പ്രചരണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോ വടകരയിലെ UDFന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന സ്വീകരണം, വിശുദ്ധ റമദാൻ മാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നടന്നത്. ഞാൻ 8ഓ 9ഓ ദിവസം വടകരയിൽ ഇതുപോലെ പരിപാടിയിൽ പങ്കെടുത്തതാണ്. 10 മണിക്ക് നമുക്കറിയാം മൈക്ക് ഓഫ് ചെയ്യും. ഞാൻ 10 മണിക്ക് യോഗത്തിൽ പ്രസംഗിച്ച് അവസാനിപ്പിക്കുമ്പോ അവിടെ ചെറിയ ചെറിയ സ്വീകരണ കേന്ദ്രങ്ങൾ, അവിടേക്ക് കടന്നു വരുന്ന UDFന്റെ സ്ഥാനാർത്ഥിയെ കാത്ത് നൂറുകണക്കിന് അമ്മമാർ, സഹോദരിമാർ അവിടെ ഇരിപ്പുണ്ടാവും. നമുക്കറിയാലോ, ഒരു പരിപാടി വെച്ചാൽ പ്രസംഗിക്കാൻ ആളില്ലെങ്കിൽ നമുക്ക് ആളെ പിടിച്ചിരുത്താൻ ഒരു പാട്ട് വെച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യാറുണ്ടല്ലോ അല്ലേ? ഇവിടെ അതൊന്നും നിവൃത്തിയില്ല. 10 മണിക്ക് മൈക്ക് ഓഫ് ചെയ്യണം. പാട്ട് വെക്കാനും നിവൃത്തിയില്ല, പ്രസംഗിക്കാനും നിവൃത്തിയില്ല. മുഖത്തോട് മുഖം നോക്കി പരസ്പരം സംസാരിച്ചിരിക്കുക എന്നതല്ലാതെ അവിടെ പിന്നെ സംഘാടകർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. സ്ഥാനാർത്ഥി വരുന്നത് പുലർച്ചെ 3:30 മണിക്കാണ്. ഷാഫി പറമ്പിൽ കടന്നുപോയിടത്തൊക്കെ അയാൾക്ക് ചുറ്റും ആളുകൾ തടിച്ചുകൂടി. പോയിടത്തൊക്കെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളായി മാറിയപ്പോ 10 മണിക്ക് എത്തിച്ചേരേണ്ട സമാപന സമ്മേളന വേദിയിലേക്ക് ഷാഫി പറമ്പിൽ വന്നത് പുലർച്ചെ 3 മണിക്ക് ആ നിമിഷവും
ആ മനുഷ്യർ ആ ചെറുപ്പക്കാരനെ കാണാൻ, അയാളെ കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരുപക്ഷെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നമ്മൾ മുൻപ് കണ്ടിട്ടില്ലാത്ത ആവേശകരമായ കാഴ്ച അത് വടകരയിൽ ഉണ്ടായി. കൊടുന്നനെ പ്രചരണ രംഗത്ത് ഷാഫി പറമ്പിൽ ഉണ്ടാക്കുന്ന വലിയ മുന്നേറ്റം കണ്ടപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരോരും അറിയാതെ, പത്രക്കാരറിയാതെ, പരസ്യമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയുമില്ലാതെ വടകരയിൽ അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ ഒരു മീറ്റിംഗ് വിളിച്ചു. സഖാവ് പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ മരുമകൻ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് ആ യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗം നടന്നതിന് ശേഷം അങ്ങനെ ഒരു യോഗം നടക്കുന്നുവെന്ന് അവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും വടകരയിലെ CPM-ന്റെ നേതൃത്വവും ഒരുമിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ അവിടെ ഓടിയെത്തി. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു യോഗമാണ്. എന്താണ് അതിന്റെ അജണ്ട? അതിനുശേഷം ഒരു വാർത്താ സമ്മേളനം നടന്നിട്ടില്ല. ഈ നേതാക്കന്മാർ പത്രക്കാരോട് ആ യോഗത്തിന്റെ അജണ്ട വിളിച്ചു പറഞ്ഞിട്ടില്ല. ആ യോഗം അവസാനിച്ച് പിറ്റേ ദിവസം മുതൽ ഒരു കാഴ്ചക്ക് വടകര സാക്ഷ്യം വഹിച്ചു എന്നതാണ്. ഈ പല്ലാരിമംഗലം ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ്. നമ്മൾ എത്ര തെരഞ്ഞെടുപ്പുകൾ കണ്ടവരാണ് പ്രിയമുള്ളവരെ. നമ്മൾ എത്ര തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തവരാണ്, എത്ര തെരഞ്ഞെടുപ്പുകളിൽ പരസ്പരം മത്സരിച്ചവരാണ്. പക്ഷെ നാളിതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത അപകടകരമായ ഒരു രാഷ്ട്രീയം അന്ന് മുതൽ ഉദയം കൊണ്ടു എന്നതാണ്. ഇവിടെ ഇപ്പോ ഡീൻ കുര്യാക്കോസ് ആണ് മത്സരിച്ചത്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ജോയ്സ് ജോർജ്. നമ്മൾ അവരുടെ മതം തിരഞ്ഞിട്ടുണ്ടോ? അവരുടെ ജാതി തിരഞ്ഞിട്ടുണ്ടോ? അവർ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച്, അവരുടെ വിശ്വാസത്തെ കുറിച്ച്, അവരുടെ മതത്തെ കുറിച്ച് ഞാൻ പറയുന്നത് UDF-ന്റെ സ്ഥാനാർത്ഥിയുടെ മാത്രം കാര്യമല്ല. ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഒരു ക്രൈസ്തവ സഭാംഗമാണ്. ഡീൻ കുര്യാക്കോസ് ഒരു ക്രൈസ്തവ സഭാംഗമാണ്. ഈ പല്ലാരിമംഗല തങ്ങാടിയിൽ എന്റെ സമുദായത്തിൽപ്പെട്ട മുസ്ലിം സഹോദരന്മാർ ഭൂരിപക്ഷമുള്ള ഈ പല്ലാരിമംഗല തങ്ങാടിയിൽ അവരിൽ രണ്ടുപേരും വന്നിട്ടുണ്ടാവും. ഡീൻ കുര്യാക്കോസ് മാത്രമല്ല, ജോയ്സ് ജോർജും വന്നിട്ടുണ്ടാവും. രണ്ടുപേരും വോട്ട് ചോദിച്ചിട്ടുണ്ടാവും. ഈ കൂടി നിൽക്കുന്ന മനുഷ്യർ, ഈ അടിപാട് കവലയിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ലീഗല്ല, എല്ലാവരും കോൺഗ്രസ് അല്ല, എല്ലാവരും UDF അല്ല. ഒരുപക്ഷെ ഈ വാക്കുകൾ കേൾക്കുന്നവർക്കിടയിൽ ജോയ്സ് ജോർജിന് വോട്ട് കൊടുത്ത LDF-ന്റെ പ്രവർത്തകർ ഉണ്ടാവും. എന്റെ ചോദ്യം, നമ്മള് ആ രണ്ട് സ്ഥാനാർത്ഥികളുടെ ജാതിയും മതവും തിരഞ്ഞിട്ടില്ല. വടകരയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്ത ആ യോഗം അവസാനിച്ചപ്പോ ഷാഫി പറമ്പിലിന്റെ മതം തിരയാൻ തുടങ്ങി എന്നതാണ്. ആപ്പിളസഖാക്കളുടെ അമീർ 2006 കുറ്റിപ്പുറത്ത് ലീഗിനെ തോൽപ്പിച്ചതിന്റെ വീമ്പ് ഇപ്പോഴും പറഞ്ഞു നടക്കുന്ന KT ജലീല് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് പച്ചക്കൊടിയും എടുത്തു കൂടെ ആളുകൾ വരിക. ഇവരുടെ ഒരു ഉന്മാദം കാണുമ്പോ ഷാഫി പറമ്പിൽ എന്ന മുസ്ലിമിനെ വിജയിപ്പിക്കാൻ മുസ്ലിങ്ങൾ രംഗത്തിറങ്ങിയതുപോലെ ഉണ്ട് എന്നാണ്. വടകരയിൽ പ്രാദേശിക CPM നേതാവ് പ്രസംഗിച്ചത് നെയ്ക്കുമ്പളങ്ങ പോലത്തെ മാപ്പിള പെണ്ണുങ്ങൾ എന്നാണ്. എന്താണ് നെയ്ക്കുമ്പളങ്ങ പോലെ ഇരിക്കുന്ന മാപ്പിള പെണ്ണുങ്ങള്? അവർക്കിപ്പോ നോമ്പുമില്ല, തറാവിയില്ല, ഒന്നുമില്ല, ഷാഫി പറമ്പിൽ മതി എന്നാണ് പ്രബുദ്ധമായ രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടുന്ന ഉത്തരേന്ത്യയിൽ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ മനുഷ്യരുടെ മനസ്സിലേക്ക് മതം കുത്തിവെച്ച് RSS തെരഞ്ഞെടുപ്പ് വിജയിച്ച എല്ലാ കാലത്തും അതിനൊന്നും പിടികൊടുക്കാതെ ഒറ്റ തിരുത്തായി മതനിരപേക്ഷതയുടെ ഒരു കേദാരം കണക്ക് നിലയുറപ്പിച്ച കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് അവർ അപകടകരമായ ഒരു രാഷ്ട്രീയം കൊണ്ടുവരികയാണ്. ഏപ്രിൽ മാസം 24-ാം തീയതി വൈകിട്ട് അഥവാ ഏപ്രിൽ 26-ന് കേരളത്തിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന്റെ തൊട്ടു തലേ ദിവസം, അതിന്റെ കൊട്ടിക്കലാശത്തിന്റെ തൊട്ടു തലേ ദിവസം, പരസ്യപ്രചരണം അവസാനിക്കുന്ന അന്ന് വൈകിട്ട് അവിടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെടും. അത് വരുന്നത് പോരാളി ഷാജിയുടെ അക്കൗണ്ടിലാണ്. പോരാളി ഷാജിയുടെ അക്കൗണ്ടിലുള്ളത് ഒരു സ്ക്രീൻഷോട്ടാണ്. ഞാനത് വിശദീകരിച്ച് പറയുന്നത് എന്റെ മുൻപിലിരിക്കുന്ന പല്ലാരിമംഗലത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ കേൾക്കാനല്ല, ഞങ്ങളെ എതിർക്കുന്ന, ഞങ്ങളുടെ രാഷ്ട്രീയത്തിനെതിരെ ഈ അടിവാര കവലയിൽ സംസാരിക്കുന്ന, ഞാൻ CPM ആണെന്ന്, ഞാൻ LDF ആണെന്ന് അഭിമാനത്തോടെ പറയുന്ന മനുഷ്യരില്ലേ, അവരുടെ മനസാക്ഷിയോടാണ് ഞാൻ സംസാരിക്കുന്നത്.
ഫേസ്ബുക്ക് പോസ്റ്റ് വരെ, ഒരു വാട്സപ്പ് സ്ക്രീൻഷോട്ട്. എന്താ അതിലുള്ളത്? ആ വാട്സപ്പ് സ്ക്രീൻഷോട്ടിൽ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിൽ നിന്ന് വന്ന ഒരു മെസ്സേജാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, വാട്സപ്പ് ഇല്ലാത്ത ആരെ പരിപാടി കവലയില്ല. ഒരു മെസ്സേജ് വന്നാൽ അതിന്റെ നമ്പർ കാണും. ഇതിനകത്തൊരു പേരാണ്. ആ പേരുകാരൻ മുഹമ്മദ് കാസിം എന്ന ചെറുപ്പക്കാരൻ. എന്ന് വെച്ചാൽ മുഹമ്മദ് കാസിം ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു എന്ന അർത്ഥത്തിലൊരു മെസ്സേജ്. ആ മെസ്സേജിൽ ഇങ്ങനെയാണ്: നിങ്ങൾ ആ വാക്കുകൾ ഓർക്കണം. 5 നേരം നമസ്കരിക്കുന്ന ഷാഫി പറമ്പിൽ ഒരു ഭാഗത്ത്, കാഫിറായ ശൈലജ ടീച്ചർ മറുഭാഗത്ത്. നിങ്ങൾ ഓർക്കണം, ഈ അടിവാട് കവലയിൽ അങ്ങാടിയിൽ ഞാൻ നിൽക്കുമ്പോ എന്റെ മുൻപിൽ നിൽക്കുന്ന മനുഷ്യർക്കിടയിൽ ഞാൻ എന്റെ സഹോദര സമുദായത്തിൽപ്പെട്ട മനുഷ്യരെ കാണുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുട്ടിക്കാലം മുതൽ അറിയാവുന്ന നാടാണിത്. കേരളത്തിൽ എവിടെയും മതത്തിന്റെ പേരിൽ നമ്മൾ തമ്മിലടിച്ചിട്ടില്ല. നമ്മുടെ സംശയത്തോടെ പരസ്പരം നോക്കി നിന്നിട്ടില്ല. അതുകൊണ്ടാണ് മറ്റൊരിടത്തും കാണാത്ത സഹോദര്യം ഈ കേരളത്തിൽ ഉണ്ടായത്. വയനാട്ടിൽ കണ്ടല്ലോ, മുണ്ടക്കൈ. ഏതാണ്ട് 691 കുടുംബങ്ങളാണ് നാമാവശേഷമായി. കൊല്ലപ്പെട്ടവരുടെ കണക്ക്, സ്നേഹമുള്ളവരെ, ഈ നിമിഷം വരെ യഥാർത്ഥത്തിൽ ആ കണക്ക് നമ്മുടെ മുന്നിലില്ല. സർക്കാർ പറഞ്ഞത് ഏതാണ്ട് 300 പേർ എന്നാണ്. യഥാർത്ഥത്തിൽ 500 പേരിലേറെ അവിടെ മരിച്ചിട്ടുണ്ട്. കാരണം കാണാതായവർ 150 പേരുണ്ട്. വയനാട്ടിലെ ദുരന്തം കഴിഞ്ഞ് 22 ദിവസം കഴിയുമ്പോ കാണാതായവരെന്ന് ഔദ്യോഗിക രേഖകളിലുള്ള ആ മനുഷ്യരെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. എന്താണ്? അവരിനി ജീവനോടെ തിരിച്ചു വരാൻ പോകുന്നില്ല. പക്ഷെ അവരുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടുകിട്ടുന്നത് വരെ അവരുടെ മേൽവിലാസം കാണാതായവർ എന്നാണ്. ഒരു കാഴ്ച കണ്ടില്ല നമ്മള്? പൂർണ്ണമായ മൃതശരീരങ്ങൾ തിരിച്ചറിഞ്ഞത്. തിരിച്ചറിയാത്ത ശരീരഭാഗങ്ങൾ, സ്നേഹമുള്ളവരെ, തിരിച്ചറിയാത്ത ശരീരഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അറ്റുപോയ ഒരു കാല്, ശിരസില്ലാത്ത ഒരു ഉടല്, ഉടലില്ലാത്ത ഒരു കയ്യ്, ചിലപ്പോ ഒരു കാൽപാദം, ചിലപ്പോ ഒരു വിരൽ തുമ്പ്, കുത്തിയൊലിച്ചു വന്ന കല്ലിലും പാറക്കല്ലുകൾക്കുമിടയിൽ ചവഞ്ഞിറഞ്ഞു കിട്ടിയ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ അതുകൂടി ചേർത്താണ് അവിടെ മറമാടിയത്. ഹിന്ദുവിൻ്റെതെന്ന്, മുസ്ലിമിൻ്റെതെന്ന്, ക്രിസ്ത്യാനിയുടേത് എന്ന് തിരിച്ചറിയാൻ കഴിയാതായപ്പോ അവിടുത്തെ ഒരു മലഞ്ചെലവിൽ കൂട്ടക്കുഴിമാടമുണ്ടാക്കി. നമ്മൾ ആ സംസ്കാര ചടങ്ങ് നടത്തി. പള്ളിയിലെ ഉസ്താദ് വന്ന് ഖുർആൻ ഓതി. ആ മൃതശരീരങ്ങളിൽ മുസൽമാൻ ഉണ്ടാകും. ആ ഖുർആൻ ആ മുസൽമാന്റെ ആത്മശാന്തിക്കാണ്. തൊട്ടു പിന്നാലെ പൂജാരിമാർ ചേർന്ന് വേദമന്ത്രോച്ചാരണങ്ങൾ നടത്തി. ആ ചിതറിത്തെറിച്ച മാംസത്തുണ്ടുകളിൽ ഹൈന്ദവ സഹോദരന്മാരുണ്ടാവും. ആ പ്രാർത്ഥന അവർക്കാണ്. തൊട്ടു പിന്നാലെ ക്രൈസ്തവ പുരോഹിതന്മാർ ബൈബിൾ എന്ന് പറഞ്ഞാൽ മൃതശരീരങ്ങൾക്ക്, അറ്റുപോയ കൈക്കാലുകൾക്ക് പോലും മതവും ജാതിയും ഇല്ലാതെ കൂട്ടക്കുഴിമാടമൊരുക്കി നമ്മൾ കൂട്ടപ്രാർത്ഥന നടത്തിയിട്ട് അവരെ യാത്രയാക്കി. ആ ദുരന്താനന്തര കേരളത്തിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മൃതശരീരങ്ങൾക്ക് പോലും മതമില്ലാതായപ്പോഴും നമ്മള് വയനാട്ടിലെ മനുഷ്യരെ ചേർത്ത് പിടിക്കാനുള്ള ആവേശകരമായ ആ ദൗത്യത്തിൽ ജാതിയും മതവും മറന്ന് ഒരുമിച്ച് നിൽക്കാണ്. ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട നേതാവ് കവർ ഇബ്രാഹിം സാഹിബിനെ കൂടി ഞങ്ങള് രാവിലെ എറണാകുളത്ത് ധന്യമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിൽ അഭിമന്യനായ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനായ PMA സലാം സാഹിബ് അവിടെ എത്തി. ജില്ലയിലെ ലീഗിന്റെ നേതൃത്വം എല്ലാവരും വന്നു. ഞങ്ങൾ കാത്തിരുന്നത്, ക്ഷമയോടെ 1.5 മണിക്കൂറോളം ഞങ്ങൾ കാത്തിരുന്നത്, ആ വേദിയിലേക്ക് കേരളം അറിയുന്ന ഒരു നേതാവ് വരാനല്ല, കേരളത്തിലെ ഒരു പ്രമുഖ നേതാവിനെയും കാത്തല്ല ഞങ്ങൾ 1.5 മണിക്കൂറോളം ഇരുന്നത്. നമ്മൾ വിളിച്ചുകൊണ്ടേയിരുന്നു, നിങ്ങൾ എത്താറായോ? അവർ പറഞ്ഞു ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ട്രാഫിക് ബ്ലോക്കിലാണ്. ഏതാണ്ട് 2 മണിക്കൂറിനടുത്ത് ഞങ്ങൾ അവരെ കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു സാധാരണ വീട്ടമ്മ മാറോടടക്കി പിടിച്ച ഒരു പുതുക്കെട്ടുമായി ഞങ്ങളുടെ പാർട്ടിയുടെ ഓഫീസ് കയറി വന്നു. എന്നിട്ട് 6 ലക്ഷം രൂപ അവര് 10 ലക്ഷം രൂപ അവര് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഏൽപ്പിച്ചു. ആ ചടങ്ങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവരോട് സംസാരിച്ചു. അവരുടെ പേര് വിജയകുമാരി എന്നാണ്. ഈ മഴുവന്നൂരിൽ താമസിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മയാണ്. ഗ്രാമസേവികയായി റിട്ടയർ ചെയ്ത ഒരാളാണ്. ഈ ലോകത്തിനി അവർക്ക് ബന്ധുവായി അവശേഷിക്കുന്നത് അവരുടെ ഏക മകൾ മാത്രമാണ്. ഭർത്താവ് നേരത്തെ മരണപ്പെട്ടു. ഭർത്താവ് കോഴിക്കോട് സ്വദേശിയാണ്, ചേവായൂർ. ഭർത്താവ് മരണപ്പെട്ടപ്പോ അവരിങ്ങോട്ട് വന്നതാണ്.
കോഴിക്കോട് ഞാൻ ഉള്ള കാലം മുതൽ എനിക്ക് മുസ്ലിം ലീഗിനെ കുറിച്ച് അറിയാം. വയനാട്ടിലെ ആ പാവപ്പെട്ട മനുഷ്യരിലേക്ക് ഈ പണം എത്തിച്ചേരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പെൻഷൻ പറ്റിയപ്പോ എനിക്ക് ലഭിച്ച ആനുകൂല്യമാണ്. ഞാൻ എൻ്റെ ഏക മകളുടെ അനുവാദം വാങ്ങിയിട്ടാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞൊരു അമ്മ ഇന്ന് രാവിലെ 10 ലക്ഷം രൂപയാണ് നൽകി. ഞാനത് പറഞ്ഞത് നമ്മുടെ മലയാളികൾ എന്ന നിലക്ക് ഹിന്ദുവായിരിക്കെ, ക്രിസ്ത്യാനിയായിരിക്കെ, മുസ്ലിമായിരിക്കെ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലാതെ ഒരുമിച്ച് ജീവിച്ചവരാണ്. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ ഇതിനിടയിൽ കടന്നുപോയി. അപ്പോഴൊന്നും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരാത്ത ഒരു വാക്ക് ശൈലജ ടീച്ചർ കാഫിറാണ്, ഷാഫി പറമ്പിൽ മുസ്ലിമാണ്. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങൾ മുസ്ലിമായ ഷാഫിക്ക് വോട്ട് കൊടുക്കണം. നിങ്ങൾ കാഫിറായ ശൈലജ ടീച്ചർക്ക് വോട്ട് കൊടുക്കരുത്. എനിക്ക് ഉറപ്പുണ്ട് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, കുറ്റ്യാടിയിലെ മുൻ MLA, കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യ സഖാവ് KK ലതിക അവരുടെ ഫേസ്ബുക്ക് വാർഡിൽ അത് പോസ്റ്റ് ചെയ്തു. തൊട്ടു മുൻപ് അമ്പാടി സഖാക്കൾ അത് പോസ്റ്റ് ചെയ്തു. പ്രൊഫൈലുകളിൽ നിന്ന് പ്രൊഫൈലുകളിലേക്ക് വടകരയിലെ മനുഷ്യർക്കിടയിൽ ആ സ്ക്രീൻഷോട്ട് തീ വേഗത്തിൽ ആളി പടർന്നു. മുസ്ലിം ലീഗുകാരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നിങ്ങൾ കാണാൻ. അവര് ക്രൈസ്തവന്, ഹിന്ദുവിന് കാഫിറായി കാണുന്നവരാണ്. ഇത് യൂത്ത് ലീഗുകാരുണ്ടാക്കിയ പോസ്റ്റാണ്. ഏതൊരു യൂത്ത് ലീഗുകാരൻ, അവന്റെ പേര് വന്നു മുഹമ്മദ് കാസിം. എനിക്കറിയാം, തിരുവള്ളൂരിലെ യൂത്ത് ലീഗിന്റെ ശാഖാ സെക്രട്ടറിയാണ്. കോഴിക്കോട്ടെ MSF-ന്റെ ജില്ലാ സെക്രട്ടറിയാണ് കാസിം. കാസിമിനോട് ആരോ പറഞ്ഞു, കാസിം ഇങ്ങനെ ഒരു മെസ്സേജ് പ്രചരിക്കുന്നുണ്ട്, നീയാണോ ഇത് എഴുതിയത്? കാസിം പറഞ്ഞു, ഞാനല്ല എഴുതിയത്. അതിൽ കാണുന്ന ഫോൺ നമ്പർ എന്റേതല്ല. നിങ്ങൾ കേൾക്കണം, ഞാൻ ആദ്യം മുതൽ ഇത് വിശദീകരിച്ച് പറയുന്നത് എന്റെ മുൻപിൽ ഇരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് ഇത് ബോധ്യപ്പെടാനല്ല. വടകരയിലെ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ ഈ നാടിന്റെ സമാധാനം എന്നേക്കുമായി തകർക്കാൻ പോകുന്ന സംഘപരിവാർ പോലും നാണിക്കുന്ന ഒരു വൃത്തികേട് CPM-ആണ് ചെയ്തത് എന്ന് കേരളത്തിൽ ബോധ്യപ്പെടുമ്പോ അത് വെറുതെ പറയല്ല എന്ന് കേട്ട് നിൽക്കുന്ന CPM-നെ സ്നേഹിക്കുന്നവർക്ക്, CPM-ന് വോട്ട് കൊടുത്തവർക്ക്, ഈ നാടിന്റെ മതനിരപേക്ഷതയ്ക്ക് CPM-ആണ് കാവൽ എന്ന് വിശ്വസിക്കുന്ന നിഷ്കളങ്കർക്ക് അത് ബോധ്യപ്പെടാനാണ്. തീക്കാറ്റ് പോലെ അത് പറഞ്ഞു. കാസിം പറഞ്ഞു, ഞാനല്ല. ആ ചെറുപ്പക്കാരൻ അവന്റെ മൊബൈൽ ഫോൺ കൊണ്ട് ഓടി പോലീസ് ഓഫീസറുടെ അടുത്തേക്ക്. വടകര സർക്കിൾ ഇൻസ്പെക്ടറുടെ മുന്നിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഹാജരായിട്ട് ആ ഫോൺ എടുത്ത പോലീസ് ഓഫീസറെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് എന്റെ ഫോണാണ്, ഞാൻ ഇതിൽ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്തോ എന്ന് സാറിന് പരിശോധിക്കാം. ഞാൻ ഈ ഫോൺ ഫോർമാറ്റ് ചെയ്തോ എന്ന് സാറിന് പരിശോധിക്കാം. ഞാൻ ഫോർമാറ്റ് ചെയ്തിട്ടില്ല, ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഈ വാർത്ത പുറത്തു വരുമ്പോ എങ്ങനെയാണോ എന്റെ ഫോൺ ഉള്ളത് അതുപോലെ ഏൽപ്പിക്കാൻ. എനിക്ക് ആ ചെറുപ്പക്കാരനെ കുറിച്ച് ആദ്യം അഭിമാനം തോന്നിയത് അപ്പനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഒരു ഫോൺ നമ്മുടെ ഏറ്റവും വലിയ സ്വകാര്യതയാണ്, മൊബൈൽ ഫോൺ. ഈ ആഴ്ച ഞാൻ എവിടെയൊക്കെ പോയി എന്ന്